ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പഴനുറുക്ക് പായസമാണ്. ഏത്തപ്പഴത്തിൻ്റെ പായസമായി കഴിയുമ്പോൾ കുറച്ച് ഏത്തപ്പഴം മുറിച്ചത്, കശുവണ്ടി, മുന്തിരി, ഏലക്കാപ്പൊടി, 3 ഏത്തപ്പഴം മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് നെയ്യിടയിൽ ഒരു 2 സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ 1 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് പഴം അരച്ചിട്ടുണ്ട്. ഒരു കളറിന് വേണ്ടിയാണ് ആ പഞ്ചസാര ഇട്ടത്. നമുക്ക് 2 സ്പൂൺ നെയ്യ്, 2 സ്പൂൺ പഞ്ചസാരയും ഇട്ടിട്ടാണ് ഏത്തപ്പഴം 2-3 പഴം മിക്സിയിൽ അടിച്ച് ഇതിൻ്റെ അതിനപ്പം നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ആ പഞ്ചസാര ഇട്ടത്. നെയ്യിൽ നല്ല പോലെ നമുക്ക് ഇതിന് 1/2 ലിറ്റർ പാലെടുത്തേക്കണം കേട്ടോ. പിന്നെ 100 ഗ്രാം ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട്. നല്ല ഹലുവ പോലെ നല്ല ബ്രൗൺ കളറിൽ വരും. എന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അകത്ത് ശർക്കര നീര് ഒഴിക്കാൻ കേട്ടോ. നമ്മൾ കൈ വിടാണ്ട് നല്ല ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിച്ചു പിടിക്കും. നല്ല കളറായണ്ട പഴപ്രഥമൻ. അത് പഴം വാങ്ങിച്ചപ്പോൾ അധികം പഴുത്തു പോയി. അപ്പം നമ്മൾ ചൂടല്ലേ, അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇതാണ്. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെയെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ചൂടും തുടങ്ങി, ഇടയ്ക്ക് മഴയും എല്ലാം കൂടെയാണ്. നല്ല പോലെയുണ്ട്, ഞാൻ പറഞ്ഞ ഹലുവ പോലെ. നമ്മളെ പഞ്ചസാര ഇടുമ്പോൾ നല്ല കാരമൽ ആകുമ്പോൾ അത് നല്ല സ്മെല്ല് ആയി. നെയ്യൊക്കെ ഇട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. 1 അരമണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ശർക്കര നീര് ഒഴിക്കണേ. 100 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ച് വെച്ചേക്കണേ. തീ കുറച്ചിട്ട് വെക്കും. ഇത് നല്ലപോലെ ഇത് മിക്സ് ചെയ്ത ശേഷം പാൽ ഒഴിക്കാം. ഞാനിത് കുറേ കാലമായിട്ടോ പഴപ്രഥമൻ ഉണ്ടാക്കിയിട്ട്. എൻ്റെ അയൽക്കൂട്ടത്തിൽ നമുക്കിങ്ങനെ പരിപാടിക്കൊക്കെ ഓണ സെലിബ്രേഷനും അല്ലാണ്ടും ഒക്കെ വെക്കുമ്പോൾ അങ്ങനെ വെച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ വെച്ചതാണ്. ഞങ്ങളെല്ലാവരും കൂടെ പഴപ്രഥമൻ ഉണ്ടാക്കി വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ പാത്രം മാത്രം കാര്യമായി. പാത്രം മാത്രമുണ്ട് കേട്ടോ. നല്ല കളറായില്ലേ? ഇത് നല്ല ഇന്നും ഇത് അലുവ എങ്ങനെ വരും അതേപോലെ കീര് പോലെ വന്നതിന് ശേഷം നമുക്കിപ്പോൾ പിന്നെ പാലൊഴിക്കാവുള്ളൂ. അപ്പോഴേ പഴം നല്ലപോലെ ശർക്കരയും നെയ്യും പഞ്ചസാരയിലൊക്കെ നമുക്ക് ഇതിലെ ഏലക്കാപ്പൊടി കേട്ടോ. ഒരു 3 ഏലക്ക ഞാൻ പൊടിച്ച് വെച്ചേക്കണേ.
നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അടിച്ചു പിടിച്ചു പോകും. പണ്ടൊക്കെ ഈ പഴപ്രഥമനൊക്കെ കല്യാണത്തിന് സദ്യക്കൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എല്ലാവരും വീടുകളിലും ഒക്കെ ചെയ്യാൻ തുടങ്ങി. മുമ്പ് അത് കല്യാണ സ്ഥലത്ത് മാത്രമേ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അതിങ്ങനെ നല്ല കറുത്തിരിക്കുന്നുണ്ട്. പഴം നുറുക്കില്ല കേട്ടോ, ഒന്ന് കുക്കാവൂത്. നല്ല സ്മെല്ലായിരിക്കണം. എല്ലാവരും കീല് പോലെ അല്ല. ഇപ്പൊ വേണം നമുക്ക് പാൽ വയ്ക്കാൻ. 1 ലിറ്റർ പാലെടുത്താൽ കേട്ടോ, 3 ഏത്തപ്പഴത്തിന്. ശർക്കര 100 ഗ്രാം മതി. 2 സ്പൂൺ പഞ്ചസാര ഞാൻ കാരമൽ ചെയ്തിട്ടുണ്ട്. നെയ്യ് ഇട്ട് കാരമൽ ചെയ്തതിന് ശേഷമാണ് ഏത്തപ്പഴം ഇട്ടേക്കണം. അപ്പം നമുക്ക് ശർക്കര 100 ഗ്രാം മതി. നമുക്ക് പാൽ വയ്ക്കാതെ മിക്സി ജാറ് തീ നല്ലോണം കൂട്ടി വയ്ക്കണം. ഇതിനെ നല്ലപോലെ കുറുകണം. എല്ലാവരും ചെയ്യണം. നമ്മുടെ വീട്ടിൽ ശർക്കരയും എല്ലാം ഉണ്ടാവുമല്ലോ. പഴമൊക്കെ 45 രൂപ ഒക്കെ ആയി. 45, 47 ഒക്കെ ആയി. വില കുറഞ്ഞു. 90 രൂപ വരെയൊക്കെ ഉണ്ടായിരുന്നു. ഗ്യാസ് കത്തിച്ചിട്ട് അണ്ടിപ്പരിപ്പ് കുറച്ച് നെയ്യ്. അണ്ടിപ്പരിപ്പും മുന്തിരിയും നല്ലോണം കൊടുക്കണം. ഇത് നല്ലപോലെ ഒന്ന് കട്ടിയാവണം. തിളച്ച് വരുമ്പോൾ നമുക്ക് 2 സ്പൂണ് അരിപ്പൊടി ഇളക്കി ഒഴിക്കണേ. ഒന്ന് തിക്കാവും.
നല്ലപോലെ കുറുകി വരുന്നുണ്ട്. നല്ല മധുരം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. പൊടിക്കും കൂടെ കട്ടിയാവണം. പഴപ്രഥമൻ റെഡിയായി. അരമണിക്കൂർ വേണം. അരമണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ചൂടോടെ വീണ് ഇത്തിരി കൂടി ഇരുന്ന് കഴിയുമ്പോൾ നല്ലപോലെ കട്ടിയാവും. പായസം റെഡിയായി. പഴപ്രഥമനും നട്ട്സും ഒക്കെ നേരിട്ട് വറുത്തിട്ട് അല്ലെ പഴം ഇങ്ങനെ പൊങ്ങിക്കിടക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാനും. പഴം നുറുക്ക് പായസം റെഡി. മധുരം ഇട്ട് പ്രാവശ്യം കുറേ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് കേട്ടോ. ഭയങ്കര ചൂട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് കഴിക്കുന്നു. തണുപ്പിച്ചിട്ട് മാറണപ്പോഴേ കുടിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും. ചൂടൊന്നും മാറണം, ഇത്തിരി തണുക്കണം, അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ ബൈ ബൈ.